وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا 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 نحتاج الآن كي Hello everyone, I'm Dia. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് റമളാനാണ്. അപ്പോൾ ആദ്യത്തെ ദിവസമാണ് ഗൈസ്. അപ്പോൾ പുലർച്ചയ്ക്ക് ഇതാ എണീച്ചിട്ടുണ്ട് അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഉറക്കത്തിന് എണീച്ചൊരു മുഖഭാവമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഇമ്മച്ചി ഇതാ അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ടൊമീറ്റിക്കു കുഞ്ഞാപ്പി എല്ലാവരും ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ്. എന്താ വെച്ചാൽ ഓൽക്കും ഇനി നമ്മളെ പോലെ നോമ്പാണല്ലോ, ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴല്ലേ ഓൽക്ക് ഫുഡ് കിട്ടും. അപ്പോൾ അത്താഴത്തിന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്കും ദോശക്കും കട്ട വെയിറ്റിംഗ് ആണ്. അവിടെ കിടന്ന് ഇങ്ങനെ ഓരോ വികൃതിയൊക്കെ കാണിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇനി പാവം ഇനി ഇവർക്കും നോമ്പാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പാവം തോന്നും. അപ്പോൾ അതാ ഞാൻ ഓർക്കുന്ന നീച്ച് എന്തോ ഒരു ഹാലിലാണ് നിൽക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. നോമ്പായതുകൊണ്ട് മെയിനായിട്ടുള്ളത് വെള്ളം കൂടിയാണ്. അപ്പോൾ ഒരു കൈപ്പാട്ട് ഞാൻ വെള്ളം കുടിക്കുകയാണ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ എണീക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ നോമ്പ് ആകുമ്പോഴാണ് അത്താഴത്തിന് എണീക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പം അങ്ങനെ ആ ഒരു ഓർക്കത്തിന് നീച്ച് എന്തൊക്കെ ഒരു ഇതിൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര മടിയുള്ള കാര്യമാണ് ഓർക്കത്തിന് നീച്ചാണ്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കണം. ഞാൻ അങ്ങനെ പൊതുവെ ഫ്രൂട്ട്സൊക്കെ തിന്നിങ്ങനെ നടക്കും. പക്ഷേ ഇങ്ങനത്തെ ദോശ അത് ഇതൊന്നും എനിക്കങ്ങനെ പോയില്ല. പക്ഷെ ഞാൻ കുത്തിത്തിരികെ എങ്ങനെയൊക്കെ ഈ ചുമര ഡിസൈൻ ചെയ്തത് ഞാനാണ് അതിൻ്റെ ആർച്ചിഡൊക്കെ ആയിട്ട് ഡിസൈനൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയിലും ആ ചുമര് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഞാനാണ് അത് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ടാണ് അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ആക്കുക. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം നിസ്കരിച്ചു. പിന്നെ ഒരു നീണ്ട ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 9-10 മണി ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് നീക്കണേ. ഇപ്പച്ചി ഇന്ന് റമളാനിലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഷോപ്പിൽ പോയില്ല, ലീവാണ്. അപ്പം ഞങ്ങൾ മുറ്റൊക്കെ കഴുകുകയാണ്. ഞങ്ങൾ റമളാൻ പ്രിപ്പറേഷൻ അങ്ങനെ കാര്യമായിട്ട് തീർന്നില്ല. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം റമളാൻ പ്രിപ്പറേഷന് ഈദ് പ്രിപ്പറേഷൻ ആക്കിയാണ്. പെരുന്നാളിന് മുന്നേക്കെങ്കിലും പെരക്കൊന്നും അടിപൊളിയാക്കണം. അപ്പോൾ ലീ അത് അവിടെ ഫോൺമേൽ കളിക്കണം. ഇപ്പച്ചി ലീവ് ആയതുകൊണ്ട് ഇപ്പച്ചിൻ്റെ ഫോൺമേലാണ് ഏത് നേരവും. അപ്പം മാത്സ് ക്ലാസ് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ് എന്നോ 2 ക്ലാസ്സൊക്കെ ഇപ്പോൾ കഴിഞ്ഞതാണ്. പക്ഷേ ഇതുവരെ കണ്ടില്ല. ആകെ പാരലൈൻസ് മാത്രം ഉള്ള ആ ക്ലാസ്സിലെ പാരലൈൻസ് മാത്രമേ ഞാൻ ഇതുവരെ കേട്ടുള്ളൂ. ബുക്ക് ആയിട്ട് കൊണ്ടെടുക്കൽ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ട്. പക്ഷേ വെറും പാരലൈൻസ് മാത്രം ഞാൻ പഠിച്ചില്ല, ഏത് ക്ലാസ് കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലിങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മടിക്കൊക്കെ കഴിഞ്ഞിപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് സമയം. അപ്പോൾ ഇമ്മച്ചി ഇതാ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇമ്മൻ്റെ പരിപാടി എന്താ അറിയാലോ, കുക്കിംഗ് ആണ്. നോമ്പ് തുറയ്ക്കുള്ള ഐറ്റംസ് ഉണ്ടാക്കുകയാണ്. ഞാൻ ആ പാത്തൊക്കെ പോയില്ല, എന്താ നോമ്പൊരു ക്ഷീണം ഗൈസ്. അപ്പോൾ ഞാൻ ആ ഭാഗത്തൊക്കെ പോയില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. എനിക്ക് കിടക്കണ എൻ്റെ പൂച്ചകളാണ് ഗൈസ്. പാവാണ്, പട്ടിണിയാണ്. ഇപ്പോൾ രാവിലെ ഒന്നും ഭക്ഷണമില്ല. അപ്പോൾ ഓൺലി നോമ്പ് പറക്കുമ്പോൾ മാത്രം പലിച്ചക്കുള്ളൂ. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ നോമ്പ് നോൽക്കുന്ന 2 വസ്തു ഇതാണ് മെയിൻ. ഈ കളിപ്പിക്കുന്ന സാധനമാണ് മെയിൻ നോമ്പിലുള്ളത്. ഇയാൾ അപ്പുറത്തെ വരയിലൊക്കെ പോയി അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. എവിടേക്കാ വലഞ്ഞ് കയറി വരണേ? നല്ല വയ്ക്കില്ലേ? നമ്മളെ ബൂബു രണ്ടാമനാണ്, കുഞ്ഞാപ്പിയാണ്. കുഞ്ഞാപ്പി നമ്മൾ തത്സമയം ചിരുന്നു കുഞ്ഞാപ്പിയോടൊപ്പം. രാവിലെ വെറും മുറ്റം കഴുകൽ മാത്രമല്ല നടന്നിട്ടുള്ളത്. ഈ വിറകുത ഇന്ന് വെച്ചതാണ് ഇങ്ങനെ അട്ടിക്ക്. ഇപ്പോൾ വിറക് കൊണ്ടുവരും, ഞാൻ എടുത്തു കൊടുക്കും, അട്ടികയാക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമല്ല വാങ്ങ കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഞങ്ങളെ വീട്ടിൽ കറണ്ടൊന്നുമില്ല. അപ്പം ഐസ് എടുക്കാൻ പോയതാണ്. അതാണ് എൻ്റെ ഷോളിലൊക്കെ ഇങ്ങനെ വെള്ളം കാണുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഐസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഒപ്പം പോയിക്കാണ്ട് പിന്നെ അതാ ഞങ്ങൾ വേഗം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുകയാണ്. കൂടുതൽ നേരമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വേഗം അതൊക്കെ സെറ്റാക്കി എടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ കറണ്ടില്ല അറിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അത് ഇൻവേർട്ടറിലാണ്. പക്ഷേ ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ തണുത്ത വെള്ളമൊന്നും ഇല്ല ഇനി, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് സമൂസയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ഷോപ്പിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ഇഫ്താർ ഡ്രൈവർ കാണിച്ചാൽ ഞാനും എൻ്റെ അമ്മ തന്നെ ഉള്ളൂ. അനിയത്തേക്ക് പിന്നെ നോമ്പൊന്നുമില്ല. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ നോമ്പൊക്കെ പറക്കുകയാണ്.
വെള്ളമൊക്കെ തീർന്നിയാച്ച് ആകെ അവശേഷിക്കുന്നത് വെറും ഈ ഒരു വെളിച്ചം മാത്രം. അങ്ങനെ പിന്നെ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മോട്ടർ ഇട്ടീനി. പക്ഷേ കാര്യമായിട്ടൊന്നും വെള്ളം കയറുന്നില്ല. ഉള്ള വെള്ളത്തിൽ കയ്യും കഴുകി നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. സമയം ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അത്രയും നേരം ചായ കുടിച്ചില്ല, കാരണം ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് നിസ്കരിക്കലോ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. സമയം ഞാൻ പറഞ്ഞ പോലെ 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ചായക്ക് എന്താ വെച്ചാൽ ചെമ്മീൻ കറിയും അതേപോലെ തന്നെ പത്തിരിയും ആയിരുന്നു. ലിയൻ്റെ തീറ്റി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നിസ്കരിച്ച് അങ്ങനത്തെ ഓരോന്നൊക്കെ തീർത്തതിന് ശേഷം ഞങ്ങളൊന്ന് തറവാട്ടിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലിയൻ്റെ ഈ ഒരു പൗഡറിടെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അമ്മച്ചിനോട് പറഞ്ഞു അതൊന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോ ഡോട്ട് ഇട്ടിട്ടാണ് പൗഡർ ഉണ്ട്. എൻ്റെ അനിയത്തിയല്ലേ, അങ്ങനെയൊക്കെ എന്നെ കണ്ടല്ലേ പഠിക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ ഓള് പിന്നെ പൗഡറൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഓള് പൗഡറൊക്കെ ഇട്ട് ഗായ്സ് നമ്മളിവിടെ പോവാണ്, തറവാട്ടിലോട്ട് പോവാണ്. ഞാൻ പോവാണ്.